ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രത്യേക പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ്. നിജേഷ് അരവിന്ദ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് JR പത്മകുമാർ, BJP മുൻ MP കൂടിയായിട്ടുള്ള A സമ്പത്ത്, CPIM ഷൗക്കത്ത് പനമരം, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ആദ്യം A സമ്പത്തിലേക്കാണ്. ശ്രീ A സമ്പത്ത്, ഇപ്പോൾ വളരെ വലിയ ഒരു മാൻഡേറ്റ് ആണ് UDF-ന് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. 20,000-ഓളം വോട്ടുകൾ പിടിച്ച് സ്വതന്ത്രനായിട്ടുള്ള PV അൻവർ അവരെ കരുത്തു കാട്ടിയിരിക്കുകയാണ്. ഇതൊരു ഭരണവിരുദ്ധ വികാരമാണോ? ബിനിൽ, ഞാൻ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്രീ ആര്യടൻ ഷൗക്കത്തിനെ കേരള നിയമസഭയിലേക്ക് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തെ അഭിനന്ദിക്കാനായി ഞാൻ ഈ വേള ഉപയോഗിക്കുന്നു. ഒപ്പം തൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യം, തൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ജയിച്ചാലും തോറ്റാലും ഒരു കാരണവശാലും വർഗീയവാദികളുമായി, മതഭ്രാന്തന്മാരുമായി, അത്തരത്തിൽ ദേശവിരുദ്ധ ശക്തികളുമായി ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ധാരണയ്ക്കും സഖ്യത്തിനും മുന്നണിക്കും തയ്യാറല്ല എന്ന നിലപാട്, ജയിച്ചാലും തോറ്റാലും എന്ന് തന്നെ പറയുകയുണ്ടായി സഖാവ് സ്വരാജിനെ അഭിനന്ദിക്കുന്നു ഞാൻ ഈ വേളയിൽ. തീർന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യന്തം സമാധാനപരമായി ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രവർത്തകർ, നേതാക്കന്മാർ മാത്രമല്ല, ഏറ്റവും താഴെത്തട്ട് വരെ അഹോരാത്രം ആയിരക്കണക്കിന് പേർ സകുടുംബം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. വിജയവും പരാജയവുമല്ല മറ്റൊരു കാര്യം. ഒപ്പം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിന് അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് മാധ്യമപ്രവർത്തകർ അത്തരത്തിൽ അവരെല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം അത് വിനിയോഗിക്കുന്നതിന് അവർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ വൃന്ദവും പോലീസും അത്തരത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നത് അവരെല്ലാവരും അഭിനന്ദനം അർഹിക്കുകയാണ്. വളരെ പ്രയാസകരമായ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും അത്തരത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി വന്ന് വോട്ട് ചെയ്ത ആദിവാസികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരന്മാർ അവരെല്ലാവരും അഭിനന്ദനം അർഹിക്കുകയാണ്. ഞാനതിൽ നിയുക്ത MLA അഭിനന്ദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചില്ല, LDF വിജയിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ സംബന്ധിച്ച്, പരാജയത്തെ സംബന്ധിച്ച്, അതിലുയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിനെ സംബന്ധിച്ച് ഇതിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യുകയും വിലയിരുത്തി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു വേളയിൽ ഇതിൻ്റെ എന്താണ് കാരണം എന്നൊക്കെ പറയാൻ ഞാനിതിനാളല്ല. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ മാധ്യമ പ്രവർത്തകരോടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ സഖാവ് TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹവും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. മറ്റു പാർട്ടികളുടെ നേതാക്കളും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയട്ടെ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തതായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് എന്നത് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്, വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിന്, ജനപക്ഷ രാഷ്ട്രീയത്തിന്, കേരളത്തെ ഒറ്റക്കെട്ടാക്കി അങ്ങനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാടാണ്. ആ നിലപാട് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലുള്ള ഞങ്ങളുടെ എത്രമാത്രം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുമെല്ലാം ചർച്ച ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് എത്ര വോട്ട് കിട്ടി, ഇപ്പോൾ എത്ര വോട്ട് കിട്ടി, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പുമെല്ലാം LDF വിജയിച്ചപ്പോൾ എത്ര വോട്ട് കിട്ടി, ഇപ്പോൾ എത്ര വോട്ട് കിട്ടി, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. നമുക്ക് ആ കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ A സമ്പത്ത് തുടരുക. ഇപ്പോൾ നിജേഷ് അരവിന്ദ് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. വളരെ തിളക്കമുള്ള ഒരു വിജയമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ശ്രീ A സമ്പത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ വിജയിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട്. ആ അർത്ഥത്തിൽ പൂർണ്ണമായ ഒരു പൊളിറ്റിക്കൽ വിന്നാണോ ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ ശ്രീ സമ്പത്ത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യം പറയുകയാണ്. ഇതുപോലെയുള്ള സ്വതന്ത്ര പരീക്ഷണങ്ങൾക്കപ്പുറത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ കേരളത്തിലെ ജനത വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ സർക്കാരിനെതിരെയുള്ള കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സർക്കാരിനെതിരെയുള്ള വികാരമാണ്, കേരളത്തിൻ്റെ വികാരമാണ് വോട്ടായി വന്നിരിക്കുന്നത്. CPM-ൻ്റെ പ്രചരണത്തെ അപ്പാടും തള്ളിക്കൊണ്ട് പല ഘട്ടത്തിൽ പല
വിധത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും സാധാരണക്കാരൻ്റെ പ്രശ്നമാണ് UDF മുന്നോട്ട് വെച്ചത്. ഭരണത്തിനെതിരെയുള്ള വികാരമാണ്, മലയോര ജനതയുടെ പ്രശ്നമാണ്, പെൻഷനാണ്, ആശാവർക്കർമാരുടെ സമരമാണ്, വിലക്കയറ്റമാണ്, പശ്ചാത്തല മേഖലയുടെ സൗകര്യങ്ങളില്ലായ്മയാണ്, നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ചെയ്യാത്ത ബൈപ്പാസ് ഉൾപ്പെടെയുള്ള, കോളേജിന് സ്ഥലം കൊടുക്കാത്തത് ഉൾപ്പെടെയുള്ള, KSRTC ഡിപ്പോയ്ക്ക് കെട്ടിടം നൽകാത്തത് ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളാണ് UDF ചർച്ച ചെയ്തത്. അത് ഉടനീളം, അത് വഴിക്കടവ് മുതൽ അമരമ്പലം വരെയുള്ള ജനത, നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആവട്ടെ, ചുങ്കത്തറയാവട്ടെ, വഴിക്കടവാകട്ടെ, എടക്കരയാവട്ടെ, കരുളായി ആവട്ടെ, മൂത്തേടമാകട്ടെ, എന്തിനേറെ ശ്രീ സ്വരാജിൻ്റെ ജന്മസ്ഥലമായ പോത്തുകല്ലാവട്ടെ, ചുങ്കത്തറയാവട്ടെ, അദ്ദേഹത്തിൻ്റെ ബൂത്താവട്ടെ, അവിടെയൊക്കെ അവർ വോട്ട് ചെയ്തത് പിണറായി വിജയൻ ഭരണകൂടത്തിന് എതിരെയുള്ള വോട്ടായിട്ടാണ്. ആ നിലയ്ക്ക് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. 2026ലേക്കും 2025ലേക്കുമുള്ള ഒരു ചൂണ്ടുപലകയാണ്. പ്രതിപക്ഷ നേതാവ് നേരത്തെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഇത് ഭരണത്തിന് വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിൽ ജനങ്ങൾ പിണറായി വിജയന് 0 മാർക്ക് കൊടുത്തു എന്ന കൃത്യമായ മാൻഡേറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അഹങ്കരിച്ച 99-ൽ നിന്ന് ഭരണം അവസാനിക്കുമ്പോഴേക്കും അത് 98 ആയി എന്ന ജനങ്ങളുടെ വികാരത്തിനെ ഇനിയെങ്കിലും CPM തിരിച്ചറിയണം. സ്ഥിരം ക്ലീഷേ ഡയലോഗുകൾക്കപ്പുറത്തേക്ക് ഏത് തെരഞ്ഞെടുപ്പ് തോറ്റാലും പാർട്ടി സെക്രട്ടറി വന്നുകൊണ്ട് വർഗീയ കക്ഷികളുടെ, വിഘടനവാദികളുടെ തുടങ്ങി സ്ഥിരം പറയുന്ന കുറേ ഡയലോഗ് പറയുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് തോറ്റു എന്ന് സ്വയം വിലയിരുത്താൻ CPM തയ്യാറാകണം. ഇത് ആദ്യത്തെ തോൽവിയല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 14 15 റൗണ്ട് ബൈ ഇലക്ഷൻ വന്ന സമയത്ത് അവിടെയൊക്കെ തോൽവിയായിരുന്നു. 4 തെരഞ്ഞെടുപ്പുകൾ പ്രിയപ്പെട്ട PT-യുടെ മരണം സംഭവിച്ചപ്പോൾ, വേർപാട് സംഭവിച്ചപ്പോൾ തുടങ്ങിയ തൃക്കാക്കരയിൽ ആരംഭിച്ച് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാടിൽ ഉണ്ടായ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, ഷാഫി പറമ്പിൽ മത്സരിച്ച പാലക്കാട് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ശ്രീ രാധാകൃഷ്ണൻ MP ആയി പോയപ്പോൾ ഉണ്ടായ ചേലക്കര തെരഞ്ഞെടുപ്പ്, അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലുണ്ടായത്. ഈ 5 തെരഞ്ഞെടുപ്പിലും നില അതിശക്തമായി ഇരട്ടികൾക്കപ്പുറത്തേക്ക് മെച്ചപ്പെടുത്തിയ രാഷ്ട്രീയ സന്ദേശമാണ് ജനങ്ങൾ LDFന് കൊടുത്തിട്ടുള്ളത്, ജനങ്ങൾ UDFന് തന്നിട്ടുള്ളത്. ഞങ്ങൾ ആ മാൻഡേറ്റ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലകളിലെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന ഉറപ്പാണ് ഞങ്ങൾക്ക്. അഭിമാനത്തോടു കൂടി പറയാം, ഇത് കോൺഗ്രസ് അല്ല, ഇത് ലീഗല്ല. ശരി, നിജേഷ് തുടരുക. ശ്രീ A. സമ്പത്ത്, ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിലവിൽ ഇതുവരെ കേരളത്തിൽ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്നുള്ള ഒരു പ്രതിഭാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊരു വ്യത്യസ്തത ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. ഇവിടെ ഒരു സിറ്റിംഗ് സീറ്റ്, അത് സ്വതന്ത്ര പരീക്ഷണമായിരുന്നെങ്കിൽ പോലും LDFനൊപ്പം ഉണ്ടായിരുന്ന ഒരു സീറ്റായിരുന്നല്ലോ, അത് പിടിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ UDF ചെയ്തത്. അവരുടെ പരമ്പരാഗത കോട്ട എന്നെല്ലാം തന്നെ അവകാശപ്പെട്ടാൽ പോലും ഒരു നമ്പർ കുറയ്ക്കാൻ UDFനെ സംബന്ധിച്ച് സാധിച്ചു. ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സിറ്റിംഗ് സീറ്റുകളിൽ എന്തായിരുന്നു തൽസ്ഥിതി, അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ തിരിച്ചടിയായി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും CPIMനെ, മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടി എന്ന വിധത്തിൽ LDFന് പൊതുവായി? തെരഞ്ഞെടുപ്പ് വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ സവിനയം ആ സമ്മതിദായകരുടെ വിധിയെഴുത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഓരോ വിധിയെഴുത്തിൽ നിന്നും പഠിക്കാനുണ്ട്. വിജയം കൊണ്ട് അഹങ്കരിക്കുകയോ പരാജയം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുകയോ ചെയ്യുകയല്ല ഒരു രാഷ്ട്രീയ കക്ഷി ചെയ്യേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ അല്ലയും താൻ. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിപ്പോൾ 23-ാം തീയതി 48 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് വേണ്ടി ഇപ്പോൾ വർത്തമാനം പറഞ്ഞ് ചെങ്ങാതി ഒരുപക്ഷെ ജനിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ അത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 50ാമത് വാർഷികത്തിലേക്ക് കടക്കുകയാണ്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം EMS മുന്നോട്ട് വെച്ച് അത്തരത്തിൽ ഈ കേരളത്തിൽ അതെല്ലാം പ്രചരിപ്പിക്കുകയും ഞങ്ങളുടെ പാർട്ടി അത് നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ത്യയിലൊരു അധികാര കുത്തക അവസാനിക്കുകയും ഭരണമാറ്റം ഉണ്ടാവുകയും മുന്നണി സംവിധാനത്തിൻ്റെ തുടക്കം ഇന്ത്യയിൽ 1977 ഉണ്ടായപ്പോഴും CPIMന് അന്ന് കേരള നിയമസഭയിലാകെ 18 MLA-മാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം തോറ്റു, നിങ്ങളെല്ലാം പരാജയപ്പെട്ടു, ഇതോടുകൂടി അസ്തമിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് കോൺഗ്രസ് നേതാക്കളെന്നുണ്ടായിരുന്നു ഞങ്ങളുടെ എതിരാളികളായി മറുഭാഗത്ത്. അതുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളാണെന്നല്ല പറഞ്ഞത്. രാഷ്ട്രീയം അത്തരത്തിൽ ശത്രുതാപരമായ കാര്യമല്ല, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പും പാഠമാണ് നൽകുന്നത്. ആ പാഠം ഞങ്ങൾക്ക് മാത്രമല്ല,
ഇവിടെ വർഗീയ ശക്തികളുമായി കൈകോർത്തു പിടിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല, 1980-കളിൽ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിൽ വർഗീയ ശക്തികളുമായിട്ടുള്ള ധാരണ, മുന്നണി, സഖ്യം, വിട്ടുവീഴ്ചകൾ, അതിൻ്റെ അപകടകരമായ പോക്കിനെ സംബന്ധിച്ച് വിശേഷ്യ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ വധത്തെ തുടർന്ന് ആ റിപ്പോർട്ട് AICCയുടെ മുന്നിൽ വന്നതും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതും ഇന്ന് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം കൂടി ഉൾപ്പെടുന്നതായിട്ടുള്ള ലോക്സഭാ മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആദരണീയയായ പാർലമെൻറ്റ് അംഗത്തിൻ്റെ പിതാവിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ് ആ റിപ്പോർട്ട്. ഒന്നെടുത്ത് വായിച്ചു നോക്കണം കോൺഗ്രസ് നേതാക്കൾ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക വിഭാഗങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടി അത്തരത്തിൽ RSS ആണ് BJP യെ നിയന്ത്രിക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. കാരണം വിദ്യാർത്ഥി രംഗത്ത് തന്നെ നോക്കുക, ഞങ്ങളോടൊപ്പം വന്നിട്ടുള്ള പല ആളുകളും അത്തരത്തിൽ ഈ ഭാരതീയ വിദ്യാർത്ഥി ജനത എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. പല കോളേജ് യൂണിയനുകളിലും അവർക്ക് ഭാരവാഹികൾ ഉണ്ടായിരുന്നു. സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പോലും സമരം നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭാരതീയ വിദ്യാർത്ഥി ജനത എന്തേ പറ്റി? RSSൻ്റെ വിദ്യാർത്ഥി സംഘടന ABVP അതിനെ വിഴുങ്ങി. ഇപ്പോൾ ഈ സംഘടനയെ പറ്റി കേൾക്കാറുണ്ടോ? ഭാരതീയ വിദ്യാർത്ഥി ജനതയെ പത്മകുമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെ പോയി ഭാരതീയ ഈ യുവജന അല്ലേ, ഭാരതീയ ജനത യുവ മോർച്ച എന്നുള്ള നിലയിലേക്കുള്ളത്? അതിനെ RSS വിഴുങ്ങിയ സ്ഥിതിയിലേക്ക് എത്തിയല്ലോ, തീരുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത്, അപ്പോൾ മുസ്ലിം ലീഗ് ആരെ നിയന്ത്രിക്കുന്നു? കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു. മുസ്ലിം ലീഗിനോട് ചോദിച്ചിട്ട് വേണം കോൺഗ്രസ്സിന് പല നയങ്ങളും നിലപാടുകളും നടപടികളും എടുക്കാൻ, അല്ലാതെ കഴിയില്ല. വാതിൽ അടയ്ക്കണോ തുറക്കണോ എന്നുള്ളതും ജനാല തുറക്കണോ അടയ്ക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് ലീഗാണ് എന്നുള്ള നിലയിലേക്ക് പക്ഷേ ശ്രീ A. സമ്പത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ വോട്ട് പിടിച്ചത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്കെതിരാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുഖ്യമന്ത്രി MV ഗോവിന്ദ മാഷിന്റെ ആ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ 1 മണിക്കൂർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞതാണ്. അടിയന്തരാവസ്ഥയെ പറ്റിയും RSS ബന്ധത്തെ പറ്റിയും ഇന്ദിരാഗാന്ധിയുടെ മൃദു സമീപനത്തെ പറ്റി എല്ലാം തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ജനങ്ങളുടെ മാൻഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ വികാരം അതിലും ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതാണ് UDF ഇപ്പോൾ പറയുന്നത്. UDFന് അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷമാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ കോൺഗ്രസ് വക്താക്കൾക്കും ആ അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി കൂടി ഞങ്ങൾ നിൽക്കുകയാണ്. നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ളത് പോലെയും അത്തരത്തിൽ മിണ്ടരുത് എന്നും ചുപ്രഹോ എന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. വിമർശിക്കണം, വിലയിരുത്തണം. ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത്. ഈ വിധിയെഴുത്തിൽ ഇതുകൊണ്ട് ഞങ്ങൾ വെച്ച മുദ്രാവാക്യം അപ്രസക്തമായി എന്ന് നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി എന്നുള്ളത് അത്തരത്തിൽ ആ വെൽഫെയർ പാർട്ടിയെയും അതുപോലെ തന്നെ SDP-യെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്കെല്ലാം തന്നെ അവരെ പരിശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ആവാം, അവർക്കങ്ങനെ ആകാം. അപ്പോഴും ഞങ്ങൾ ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങളത് പ്രചരിപ്പിക്കും, പ്രസംഗിക്കും, പ്രവർത്തിക്കും. വളരെ വ്യക്തമാണ്. ഞാൻ ഒരിക്കൽ കൂടി കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോയതിനു ശേഷം ശ്രീ JR പത്മകുമാറിലേക്കും ഒപ്പം തന്നെ ഷൗക്കത്ത് പനമരത്തിലേക്കും വരാം. ശ്രീ A. സമ്പത്ത് അങ്ങിലേക്ക് മടങ്ങിയെത്താം. അങ്ങ് പറഞ്ഞതിനുള്ള ഉത്തരം കൂടി തേടി നമുക്ക് മറ്റു അതിഥികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അടുത്ത റൗണ്ടിൽ അങ്ങനെയിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ A. സമ്പത്ത് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുകയാണ്. UDFനെ സംബന്ധിച്ച് വളരെ തിളക്കമാർന്ന ജയമാണ്. അത് UDF ഉയർത്തിക്കാട്ടിയിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ജയമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ അത് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കുന്നില്ല, കേരളത്തിലെ മുന്നണി സംവിധാനങ്ങൾ അവസാനിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു മതസാമുദായിക വിഭാഗവുമായിട്ടുള്ള കൂട്ടുകൂടൽ അവരെ വളരെ ക്ലീനാക്കി CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്യുന്നത് പോലുള്ളൊരു നിലപാട് എടുത്തത് ദീർഘകാലത്തിൽ നല്ലതാകും എന്ന് കോൺഗ്രസ് UDF കരുതുന്നുണ്ടോ? അത് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. അത് ഇന്ന് ആദ്യത്തേതല്ല. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് UDF വെൽഫെയർ പാർട്ടി കോൺഗ്രസിനാണ് പിന്തുണ കൊടുക്കുന്നത്. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ ബാക്കപ്പ് എന്നത് ശ്രീ സമ്പത്ത് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി വളരെ വ്യക്തമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുത്ത് MP-മാരായ ആളുകൾ തിരിച്ച് നന്ദി പറഞ്ഞ രേഖ നമ്മുടെ മുന്നിലുണ്ട്. ഇതേ വെൽഫെയർ പാർട്ടിയുമായി 2 തെരഞ്ഞെടുപ്പുകൾക്കകത്ത് CPM-ന്റെ ആളുകൾ പഞ്ചായത്ത് ഭരിച്ചത്
എനിക്കറിയാം, നേരിട്ടറിയാവുന്നതുണ്ട്. അപ്പോൾ CPM സ്വീകരിക്കുന്ന സമയത്ത് അവർ നല്ല മതേതര കക്ഷിയും തിരിച്ചിപ്പുറത്ത് വരുമ്പോൾ മതവിധ്വംസക കക്ഷിയും. ആ ഏർപ്പാട് വേണ്ട എന്നാ പറഞ്ഞത്. രണ്ട് വളരെ കൃത്യമായി VD സതീശൻ പറഞ്ഞു, വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി ഏതെങ്കിലും മതരാഷ്ട്രീയ മതവാദത്തിന് മുന്നോട്ട് പോയതായി അറിവില്ല. അങ്ങനെയൊരു രേഖയില്ല. ജമായത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സംഘടന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മതരാഷ്ട്രവാദം ഉന്നയിച്ചതായിട്ട് അറിവില്ല. അതിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾക്കങ്ങനെ അജണ്ടയേ ഇല്ല എന്ന് പറയുന്നു. ഞങ്ങൾ പാലക്കാട് ജയിച്ചപ്പോഴും ശ്രീ സമ്പത്തിൻ്റെ പാർട്ടി അത് തന്നെയാണ് പറഞ്ഞത്. പാലക്കാട് 18,000 ചില്ലാനം വോട്ടിന് ഞങ്ങൾ BJPയെ തോൽപ്പിച്ച സമയത്ത് പാലക്കാട് നഗരസഭയിലെ ചുണ്ണാമ്പുതറ ഉൾപ്പെടെയുള്ള RSSന്റെ ശക്തി കേന്ദ്രങ്ങൾക്കകത്ത് ഒന്നാം കക്ഷിയായി UDF വന്ന സമയത്ത് അപ്പോൾ പറഞ്ഞു SDP വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. ഇന്ന് SDP ഇവിടെ സ്ഥാനാർത്ഥി നിർത്തി, എത്ര വോട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല, സ്ഥാനാർത്ഥി നിർത്തി. അപ്പോഴാണ് പുതിയൊരു സാധനം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ തോന്നുന്നത്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, വഴിക്കടവിൽ കിട്ടിയ 1,800-ഉം മൂത്തേടത്ത് കിട്ടിയ 2,300-ഉം നിലമ്പൂർ നഗരസഭയിൽ കിട്ടിയ 4,000-ഉം ഉൾപ്പെടെ അമരമ്പലത്ത് കിട്ടിയ CPMന്റെ ശക്തി കേന്ദ്രത്തിൽ കിട്ടിയ 7,600-ഉം ഉൾപ്പെടെ ചുങ്കത്തറയിൽ കിട്ടിയ 1,000-ഉം എടക്കരയിൽ കിട്ടിയ 1,000 ചില്ലാനവും ഉൾപ്പെടെയുള്ളത് ദയവായി തീവ്രവാദികൾക്ക് സമർപ്പിച്ചു കൊടുക്കരുത്. ഇത് ജനങ്ങളുടെ വോട്ടാണ്. ഒന്നാമത്തെ ബൂത്ത് മുതൽ അവസാനത്തെ ബൂത്ത് വരെ UDFന് ക്രമാനുഗതമായ ലീഡ് കൊടുത്തത് ജനങ്ങളാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം CPMന്. ഞങ്ങൾ അതാണ് കോൺഗ്രസിന്റെ മറുപടി, UDFന്റെ മറുപടി. ശ്രീ JR പത്മകുമാറിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ഫലം ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. UDF ഒന്നാമതാണ്, LDF രണ്ടാമതാണ്, PV അൻവർ മൂന്നാമതാണ്. പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടി 4ാം സ്ഥാനത്തേക്ക് പോയി. എന്താണ് BJPക്ക് സംഭവിച്ചത്? BJPക്ക് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബേസ് വോട്ടിൽ അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ബേസ് വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രാധാന്യമുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും മത്സരിക്കുമ്പോൾ ഇറങ്ങി സജീവമായിട്ട് ആ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രംഗത്തുണ്ടാവും. പക്ഷേ രാഷ്ട്രീയമായി നോക്കിയാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ജയിച്ചതുകൊണ്ടോ ഒരു കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യമോ മറ്റോ അങ്ങനെ ഒന്നുമില്ല. രാഷ്ട്രീയ ഭരണമാറ്റം ഉണ്ടാകാനോ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകാനോ പോകുന്നില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മാത്രമല്ല ഒരു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് പുതുതായ നിയമസഭയിൽ വീണ്ടും 26 മെയ് മാസം ആകുമ്പോഴേക്കും ഏപ്രിലോ മെയിലോ ആകുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളിപ്പോൾ 2 UDFൻ്റെയും LDFൻ്റെയും പ്രതിനിധികളോട് നിങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിൽ നിന്നെല്ലാം മനസ്സിലാവും. ഈ മത രാഷ്ട്രീയ കക്ഷികളെ അല്ലെങ്കിൽ മതവർഗീയ സംഘടനകളെ, ഭീകരവാദ സംഘടനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും താലോലിച്ച് പാലൂട്ടി വളർത്തുന്ന ഒരു സാഹചര്യം, അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ BJP മാത്രമാണ് അവിടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ 9 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതൊക്കെ അദ്ദേഹം രണ്ടാം പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായി പറഞ്ഞത് വാര്യംകുന്നനെ കാര്യവും മലപ്പുറം ജില്ലയുടെ കാര്യങ്ങളും മലപ്പുറം ജില്ല പ്രഖ്യാപിച്ച കാര്യങ്ങളും ജില്ലയ്ക്കെതിരായിട്ട് ആരോ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ ഈ ചെറിയ പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിച്ച് അത് വർഗീയമായി ഒരു ക്രോഡീകരണം ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. മറിച്ച് UDFൻ്റെ ഭാഗത്തു നിന്നും അത് തന്നെയാണ് ഉണ്ടായത്. വെൽഫെയർ പാർട്ടിയെ പോലുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും നമുക്ക് യോജിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത രാഷ്ട്ര സങ്കല്പം, ലോക സങ്കല്പം, ഭരണസങ്കല്പം വെച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ക്രോഡീകരണം ഉണ്ടാക്കാൻ, ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. അതിലൊരു ചെറിയ മേൽക്കൈ ഉണ്ടായി എന്നുള്ളത് മറിച്ച് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ വികസന പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ശ്രമവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി
കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അവിടുത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയൊന്നുമല്ല നിലമ്പൂരിൽ. എന്നിട്ട് പോലും എല്ലാ പാർട്ടികളുടെയും, ഇപ്പോൾ UDF-ന്റെ ആയാലും LDF-ന്റെയും ഫോക്കസ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തിരിച്ചുവിടുകയും ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് രണ്ടുപേരും ഞങ്ങളാണ് ഇവിടെ ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ചാമ്പ്യന്മാർ. പക്ഷേ ശ്രീ JR പത്മകുമാർ, ഇന്നലെ തന്നെ അങ്ങയുടെ സ്ഥാനാർത്ഥി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്റെ പല വോട്ടുകളും LDF-ലേക്ക് പോയിട്ടുണ്ടാകും എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ട് പിടിക്കാമായിരുന്നില്ലേ? അല്ല, അത് നിങ്ങൾ തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് അല്ലെങ്കിൽ NDAയുടെ വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് ഇവിടുത്തെ ഈ രണ്ട് മുന്നണിക്കും എതിരായിട്ടുള്ള ചില വോട്ടുകളുണ്ട്, അതിൽ പ്രത്യേകിച്ചും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി ഞാൻ ജയിക്കുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വന്നേനെ. അത് അങ്ങനെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന, അത് BJP NDA എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിൻ്റെ ചില വോട്ടുകൾ UDF-ന് അനുകൂലമായി പോയിട്ടുണ്ടാവാം എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരും അല്ലെങ്കിൽ അദ്ദേഹം സഹകരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം പലരിൽ നിന്നും ഗ്യാദർ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം അത് നിഷ്കളങ്കമായി പറഞ്ഞതാണ്. അതിനെ BJP വോട്ട് അല്ലെങ്കിൽ NDA വോട്ട് UDF-ന് അനുകൂലമായി തിരിച്ചുവിട്ടു എന്നുള്ള രീതിയിലുള്ളൊരു വ്യാജ പ്രചരണമാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ അല്ല അദ്ദേഹം പറഞ്ഞത്. LDF വിരുദ്ധ വോട്ടുകൾ ഞാൻ ജയിക്കും എന്നുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ എനിക്ക് ആ രീതിയിൽ സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരുപക്ഷെ എനിക്ക് കിട്ടുമായിരുന്ന ചില വോട്ടുകൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവാം. അത് BJP NDAയുടെ വോട്ടല്ല, ഈ ആന്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുടെ ഒരു ഏകീകരണം അങ്ങോട്ട് പോയിട്ടുണ്ടാവാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, തുടരുക ശ്രീ JR പത്മകുമാർ. നമുക്കൊപ്പം ഷൗക്കത്ത് പനമരം കൂടി ചേരുകയാണ്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ശ്രീ ഷൗക്കത്ത് പനമരം, വലിയ ഒരു വോട്ട് നിലയാണ് അവിടെ PV അൻവർ സൃഷ്ടിച്ചത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ എത്രയോ മുകളിലേക്ക് ആ വോട്ട് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾ ഉൾപ്പെടെ അത് നിർണ്ണയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പറയുന്നതനുസരിച്ച് LDF പോക്കറ്റുകളിൽ നിന്നാണ് ഈ വോട്ട് പിടിച്ചിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ PV അൻവർ UDF-നൊപ്പം നിൽക്കുകയായിരുന്നു, ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് നിൽക്കുകയായിരുന്നു, ആ പരസ്യ പ്രചാരണങ്ങളെല്ലാം ഒഴിവാക്കുകയായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അൻവറിന്റെ തലയിൽ വരേണ്ട ക്രെഡിറ്റ് അല്ലായിരുന്നോ യഥാർത്ഥത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയം? UDF-ൽ വളരെ കംഫോർട്ടബിളായി ഒരു അക്കോമഡേഷൻ കിട്ടേണ്ട വ്യക്തിയല്ലായിരുന്നു അൻവർ? അല്ല ബിനിലെ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ മത്സരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി വന്ന സാഹചര്യം, PV അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഏറ്റവും അവസാനമായി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ പ്രചരണ രംഗത്ത് സജീവമാവാൻ അൻവറിനും ഞങ്ങളുടെ പാർട്ടി സംവിധാനങ്ങൾക്കും സാഹചര്യമുണ്ടായിട്ടുള്ളൂ എങ്കിൽ പോലും അതിശയകരമായ രീതിയിൽ അൻവർ ഒരു ഫാക്ടറല്ല, അൻവർ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടി ആ നാട്ടിലെ വോട്ടർമാർ കൊടുത്തു എന്ന് നമുക്കിന്നത്തെ റിസൾട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബഹുമാനപ്പെട്ട സമ്പത്ത് അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നൊക്കെ സ്വരാജും അത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയൊക്കെ ആയിട്ട് വന്ന സമ്പത്തൊക്കെ പറയുമ്പോഴും ആത്യന്തികമായി ജനങ്ങൾക്ക് ഈ രീതിയിലുള്ള വികാരം ഉണ്ടായി. PV അൻവറിനെയും അതുപോലെ തന്നെ UDF-ൻ്റെ സ്ഥാനാർത്ഥിക്കും ഈ രീതിയിൽ മൃഗീയമായ വോട്ട് തങ്ങളുടെ അടുക്കൽ നിന്ന് പോലും ചോർന്നുകൊണ്ട് പോയിട്ടുണ്ട് എങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ട് എന്നവർക്കറിയാനിട്ടല്ല, ആ കാരണങ്ങൾ PV അൻവർ വിളിച്ചു പറഞ്ഞ സത്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമില്ലായിട്ടുമല്ല. ഒരു കാര്യം പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചാനൽ ചർച്ചകളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അങ്ങാടികളിലെ ഡിബേറ്റുകളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ വിഷയമാണ് നിലമ്പൂർ ചർച്ച ചെയ്യേണ്ടത് എന്നും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് അതുപോലെ മലയോര ജനതയുമായി ബന്ധപ്പെട്ട് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പോലീസിലെ RSS വൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഇവരോട് നിരന്തരം ചോദിക്കുമ്പോഴും ഇവർ അവിടെ
എടുത്ത തീരുമാനം അൻവറിൻ്റെ സംവിധാനങ്ങൾക്കോ അല്ല അൻവറിൻ്റെ പ്രതിനിധികൾക്കോ മറുപടി കൊടുക്കേണ്ടതെന്നാണ്. അതായത് ഞങ്ങളെ മുഖവിലക്കെടുക്കാതെ പോകണമെന്നൊരു തീരുമാനത്തിലായിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവരുടെ ഒരു വക്താവ് പോലും PV അൻവർ ഉയർത്തിവിട്ട ആരോപണവുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം ഉയർത്തിവിടുന്ന രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ മുഖവിലക്കെടുക്കാതെ മാറിക്കൊടുക്കുക. കാരണം അൻവർ അവിടെ അങ്ങനെയല്ലല്ലോ, അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാൻ വരെ തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്നിരുന്നത്. പക്ഷെ അൻവർ പറഞ്ഞത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എടുത്തിരുന്ന തീരുമാനം മാറ്റണം, ഷൗക്കത്തിനെ മാറ്റണം, ജോയിയെ നിർത്തണം എന്നൊരു വിലപേശൽ രാഷ്ട്രീയമല്ലേ നടത്തിയിരുന്നത്. അവിടെയല്ലേ പാളിപ്പോയത്? പിന്നില്ലേ, ഒരിക്കലുമല്ല, വിലപേശലൊന്നല്ല. സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ടാകുന്ന സാഹചര്യത്തിൽ അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയം, അത് പിണറായിസം എന്ന് പറയുന്ന രാഷ്ട്രീയം, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം, ഇവിടുത്തെ ദുർഭരണം, അപ്പോൾ ഇതിനെ പ്രതിരോധിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ, അതിനെതിരെയുള്ള വോട്ട് സമാഹരിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ആളുകൾ അവിടെ മത്സരിക്കണമെന്ന് സ്വാഭാവികമായി അൻവർ രാജിവെച്ച ഒരു സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അൻവറിനെ കൂടും മുഖവിലക്കെടുത്തുകൊണ്ട് ഈ വലിയ ഒരു വിഷയത്തെ നേരിടുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോവേണ്ട സാഹചര്യത്തിൽ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അൻവറിനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടു. എങ്കിലും ഒറ്റയാൾ പോരാട്ടമാണെങ്കിലും നോക്കൂ, മുഖ്യമന്ത്രി അടക്കം കേരളത്തിലുള്ള എല്ലാ MLA-മാരും ക്യാമ്പ് ചെയ്തു, വാർഡുകളിൽ അതുപോലെ തന്നെ ബൂത്തുകളിൽ ക്യാമ്പ് ചെയ്തു. MP-മാർ, രണ്ട് മുന്നണികൾക്കും എല്ലാ സംവിധാനങ്ങളും അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചു. ഓരോ സ്ഥലങ്ങളിലും ഞാൻ വഴിക്കടവിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആളാണ്, വഴിക്കടവ് പഞ്ചായത്തിൻ്റെ. അവിടെയൊക്കെ ഒന്ന് ചായക്കടയിൽ പോയിട്ടുണ്ട് എങ്കിൽ ഒരു 3-4 MLA-മാരെ ഓരോ ദിവസവും ഓരോ വാർഡിലും ഓരോ ബൂത്തിലും കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട്. അത് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല, അതൊരു നിലമ്പൂർ മണ്ഡലത്തിൻ്റെ സ്ഥിതിയായി ചുരുക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പത്മകുമാർ പറഞ്ഞു, വളരെ ചെറിയ വിഷയമായിട്ട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ വിഷയങ്ങളൊക്കെയാണ് അവിടെ പർവ്വതീകരിച്ചതെന്ന്. അദ്ദേഹത്തിന് അത് ഇത്ര ലാഘവത്തോടെ പറഞ്ഞു പോകാൻ കഴിയും. പക്ഷേ അതൊരു വലിയ വിഷയമാണ്. ഒരു ജില്ലയെ അപരവൽക്കരിക്കുന്നത് ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും അത് ജനങ്ങളോട് പറയേണ്ടതും അത്തരം അപരവൽക്കരണത്തിനെതിരെ പ്രതികരിക്കേണ്ടതും ഈ നാട്ടിലെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരാണ്, ജനപ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങളുമാണ്. അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയും. അത് ലാഘവത്തോടെ തള്ളിവിടേണ്ട വിഷയമല്ല. അത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അങ്ങിലേക്ക് വരാം. അതിന് മുൻപായി തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വിശദമായി ചോദിച്ചു പോകാമല്ലോ. സമ്പത്തിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ സമ്പത്ത്, ഇപ്പോൾ പിണറായിസത്തിനെതിരായ വോട്ടാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞത്. തെളിഞ്ഞ പിണറായി, ഒളിഞ്ഞ പിണറായി എന്നെല്ലാം അദ്ദേഹം അതിന് ഒരു കോമയിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു എങ്കിൽ പോലും പിണറായിസത്തിനെതിരായ വോട്ടാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. പിണറായിസത്തിനെതിരെ നിലമ്പൂർ നൽകിയ വോട്ട് ഏതാണ്ട് 20,000-ഓളമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് നേരെ ഉയർന്ന ചോദ്യമല്ലേ? ബിന്നിൽ നോക്കൂ, ഞാനിതിൽ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കൊന്നും പോകാനൊന്നുമല്ല. ഇതിലിപ്പോൾ പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും അവരുടേതായ രാഷ്ട്രീയം പറയട്ടെ. സഖാവ് കുഞ്ഞാലി മുമ്പ് അവിടെ നിന്ന് 1-ലേറെ തവണ വിജയിച്ചു. ഞങ്ങളത് കഴിഞ്ഞ് ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളങ്ങനെ വിജയിച്ചിട്ടില്ല. എങ്ങനെ ചുറ്റുകാരുവാൾ നക്ഷത്രം അടയാളത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടില്ല. നിലമ്പൂരിൻ്റെ പര്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ആര്യയുടെ മുഹമ്മദ് സാറ്, ആര്യയുടെ മുഹമ്മദ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. LDF-ൽ 80-82 മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുമ്പോൾ, അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അദ്ദേഹത്തെയാണ് അവിടെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത്. കാരണം തന്നെ നിയമസഭാ അംഗമല്ലാത്ത ആര്യയുടെ മുഹമ്മദ് സാറ് നയനാർ ഗവൺമെൻറ്റിൽ മന്ത്രിയായി എന്നുള്ളത് കൊണ്ടാണ്. അന്നത്തെ ആൻ്റണി ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ ഭാഗമായി. അവിടെ ആ തെരഞ്ഞെടുപ്പിൽ CPIM അടക്കം സജീവമായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അവിടെ ശ്രീ ഹരിദാസ് രാജിവെച്ചിട്ടാണല്ലോ ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ജയിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിലും കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിലും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുക തന്നെയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേറെ. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് LDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമ്പോൾ LDF-ൻ്റെ വോട്ട്, CPIM-ൻ്റെ വോട്ട്, LDF-ലെ ഘടകകക്ഷികളുടെ വോട്ട്, ഒപ്പം മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്ന, കോൺഗ്രസ് നേതാവായിരുന്ന, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന
ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ സ്വാധീനവും ബന്ധുബലവും അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് കിട്ടുമ്പോഴും ജയിക്കുമ്പോഴും 60,000 വോട്ട് തികച്ച് കിട്ടിയിട്ടില്ല. രണ്ടാമത് വീണ്ടും ജയിക്കുകയാണ്. രണ്ടാമത് വീണ്ടും ജയിക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആ കാലത്ത് അത്തരത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് ജയിക്കുമ്പോഴും 60,000 വോട്ട് കിട്ടിയിട്ടില്ല. ഇന്ന് പരാജയപ്പെട്ടു, സ്വരാജ് പരാജയപ്പെട്ടു, ശരിയാണ്. ഷാരിയൻ ഷൗക്കത്ത് MLA ആയി. ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, MLA അഭിനന്ദിക്കുമ്പോൾ തന്നെ സ്വരാജ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയമായ നിരവധി വിഷയങ്ങളുണ്ട്. ഒരു മനുഷ്യൻ, ഒരു സ്ഥാനാർത്ഥി, ഒരു പൊതുപ്രവർത്തകൻ പരസ്യമായി ഒന്നിലേറെ തവണ പറയുകയാണ്, ഞാൻ ജയിച്ചാലും തോറ്റാലും. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നിൽ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ശ്രീ പത്മകുമാർ ഞാനും എല്ലാം അടുത്തടുത്ത് വക്കീൽ ഓഫീസുകളുള്ളവരാണ്. ഞങ്ങളുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദിവസവും കാണുന്നവരാണ് വക്കീലന്മാരെന്നുള്ള നിലയിൽ. എപ്പോഴെങ്കിലും നമ്മൾ പത്മകുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. നമ്മളൊരു സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന് അറിഞ്ഞാൽ പോലും ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും തോറ്റാൽ പരാജയപ്പെട്ട എന്ന് പറയാറില്ല. പക്ഷേ സ്വരാജ് ഈ കാര്യത്തിൽ എടുത്തൊരു നിലപാടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ശ്രീ പത്മകുമാർ ഒരു കാര്യം പറഞ്ഞു. പത്മകുമാർ പറയുന്നത് മലപ്പുറം ജില്ലയെ വല്ലാതെ ഈ അപരവൽക്കരിക്കുന്ന നിലയിലേക്ക്, തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവ് കൂടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് BJP എടുക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആദ്യം അദ്ദേഹം പറഞ്ഞതെന്താണ്, സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയതും പിന്നീട് സ്ഥാനാർത്ഥി വന്നതുമൊക്കെ ആയിട്ടുള്ള കാര്യം. അത് അവരുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. പക്ഷേ ഇത് നമ്മൾ ചർച്ച ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചില്ല, UDF ജയിച്ചു എന്നുള്ളത് കൊണ്ട് ചർച്ച അവസാനിക്കുന്ന ഒന്നുമില്ല. മറ്റൊന്ന്, ഇവിടെ മലപ്പുറം ജില്ലയെ വല്ലാതെ ഇത്തരത്തിൽ പ്രകീർത്തിക്കുന്നു, അവരെ ഈ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെയാണ് BJP പറയുന്നത്, അല്ലേ? ഇപ്പുറത്തെ TMC പറയുന്നതോ ഞങ്ങളെയാണ് കുറ്റം പറയുക, അപരവൽക്കരിക്കുന്നു എന്നുള്ള നിലയിലേക്ക്. സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി നിന്ന നേതാക്കന്മാരും വാഗൺ ട്രാജഡി ഉൾപ്പെടെ ഇന്നും നമ്മളെ നെഞ്ചിലെ നെരിപ്പോടായി അത്തരത്തിൽ കുറേ രക്തസാക്ഷികളും ഇതെല്ലാം ആ ജില്ലയുടെ ഈ നമ്മുടെ നാടിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലുള്ളവരാണ്. അവരാരെയും ഏതെങ്കിലും വിധത്തിൽ ഒരു മതത്തിൻ്റെ സമുദായത്തിൻ്റെ അത്തരത്തിലുള്ള ചട്ടക്കൂടുകൾക്കകത്ത് ഒതുക്കേണ്ടവരല്ല. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾ വരും, ഒരാളെ ജയിക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം. അല്ലാതെ മറ്റ് വോട്ടുകളെയൊക്കെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പിലെല്ലാം ഉണ്ടാവുക ഇതെല്ലാം കാറ്റത്ത് പറന്നു പോയതുപോലെയാണ്. ലിസ്റ്റ് സമ്പ്രദായവും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയോ ഒന്നും ഈ സമ്പൂർണ്ണമായ നമ്മുടെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം ഉണ്ടാകാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ തുടരും. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, ഇതൊരു ഭരണവിരുദ്ധ വികാരം എന്ന് UDFന് പറയണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ പ്രസംഗിക്കാം. ഇതൊരു ഭരണവിരുദ്ധ വികാരമായി കാണേണ്ടതില്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ, ഒപ്പം ചിലയിടങ്ങളിൽ UDFനും അത്തരത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ, അതല്ല അവിടെ ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി UDFിലേക്ക് ചേരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചു, UDFിൽ ചേർത്തില്ല, അതുകൊണ്ട് മത്സരിച്ചു, അദ്ദേഹം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചതായ വോട്ട് LDFിൻ്റെ വോട്ടാണോ ലഭിച്ചത്, UDFിൻ്റെ വോട്ടാണോ ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ, ഒപ്പം NDAയുടെ സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചോ എന്നുള്ളത്. കഴിഞ്ഞ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച വോട്ടുണ്ട്, ഇല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കാര്യമായി അത്തരത്തിൽ വോട്ട് പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വല്ലാതെ ഈ പറയുന്നത് എന്നെ എല്ലാം വലിച്ചു കീറുകയുണ്ടായല്ലോ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയിൽ പറഞ്ഞതാണ് ആ കാര്യത്തിൽ, വിമർശനമൊന്നുമല്ല, വലിച്ചു കീറുക എന്നുള്ള നിലയിലേക്ക്. എവിടെ കോൺഗ്രസിൻ്റെ അല്ല UDFിൻ്റെ ആ വോട്ട്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം അപ്രസക്തമായി എന്നും ഇതാണ് തെരഞ്ഞെടുപ്പ് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ആമുഖം എന്നത് ഇതാണ് എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് പറയണമെങ്കിൽ പറയാം. പക്ഷേ ഈ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് LDFിന്റെ നേതാക്കൾ ഉൾപ്പെടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അംഗീകരിക്കേണ്ടി വന്ന ഒരു കാര്യം കൂടിയാണല്ലോ. ശ്രീ A. സമ്പത്ത് അങ്ങിലേക്ക് മടങ്ങിയെത്താം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ വലിയ വിജയമാണ് UDFിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനാണ്, തരംഗം ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ സർക്കാരിനെതിരായ തരംഗം അല്ലെങ്കിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ആ വോട്ടുകൾ രണ്ടായി ഭിന്നിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അത് PV അൻവറിലേക്ക് വലിയ രീതിയിൽ പോയി. നിങ്ങളുടെ വോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വലിയ മാർജിനും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ PV അൻവറിനെ ചേർത്ത് നിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ ആ മാർജിൻ എന്ന് പറയുന്നത് 30,000 31,000-ത്തിലധികമായി വന്നേനെ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള വലിയ ഒരു കൗണ്ടായി പോയേനെ എന്നുള്ളത് ഒരു വസ്തുതയായി തന്നെ നിൽക്കുകയല്ലേ? എവിടെയാണ് UDFന് പാളിപ്പോയത്?
സതീശൻ എന്താ വിളിച്ചത്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥി പാർട്ടിക്കാരനായിരിക്കണം, അല്ലെങ്കിൽ പൊതുജന കാര്യങ്ങളിൽ ഉന്നതിയുള്ള ഒരാളായിരിക്കണം. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. LDF എന്താ ചെയ്തത്? ഇപ്പം ഞാനിവിടെ ശ്രീ സമ്പത്തിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കിട്ടാവുന്ന ആളുകളെ മുഴുവൻ പിറകെ പോവുക. ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നുക, കോൺഗ്രസിൻ്റെ ഈ കാലഘട്ടത്തിലെ ഇവിടുത്തെ നേതാക്കന്മാരെ, അവരുടെ ബന്ധുക്കളെ ഒക്കെ നിരന്തരമായി സമീപിക്കുക. നിങ്ങൾ മത്സരിക്കണം. അപ്പോൾ എന്താ, നേരത്തെ ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ പാർട്ടി വോട്ട് പ്ലസ് അവരിൽ നിന്ന് കിട്ടുന്ന വോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കയറണം. അതിനപ്പുറത്ത് പൊളിറ്റിക്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ നിലമ്പൂരിൽ CPM തയ്യാറായതിൽ സന്തോഷം എന്ന് പറയാനുള്ള കാരണം അതാണ്. അതായിരിക്കരുത് CPM-ന്റെ രാഷ്ട്രീയ. സ്വരാജിനെ ഇറക്കിയല്ലോ, പരാജയപ്പെട്ടു, അത് വേറൊരു കാര്യം. പക്ഷേ ഞാൻ പറയുന്ന അത് വന്നു. ഞാൻ പറഞ്ഞത് അവസാനം അത് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് അവസാനത്തെ ദിവസം വരെ, വെള്ളിയാഴ്ചയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, വ്യാഴാഴ്ച രാത്രി. ശ്രീ നിജേഷ് അരവിന്ദ്, അവർക്ക് അവരുടെ സംഘടനാ രീതി ഉണ്ടല്ലോ. നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ പ്രഖ്യാപിച്ചു. അതിലെന്താണ് പ്രശ്നം? അതൊക്കെ പറയുന്ന സമയം ഞങ്ങളുടെ നേരനുഭവമാണ് പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ സ്ഥാനാർത്ഥികളുടെ സെർച്ച് ചെയ്യരുത്. അവർ സ്വരാജിനെ പോലെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കട്ടെ. ഞാൻ അതിൻ്റെ ഒരു വ്യക്തിപരയുടെ മെറിറ്റിലേക്ക് ഡിമെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ മത്സരിക്കാൻ CPM തയ്യാറായാൽ അത് നല്ലതാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ. ആ സമയത്ത് തൊട്ടടുത്ത് ശ്രീ അൻവർ പറഞ്ഞു, ഏത് ചെകുത്താനായെങ്കിലും ശരി ഞാൻ ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്ത് LDF-മായി ചില ധാരണകൾ ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയാമെന്ന്. അത് പിന്നീട് നമ്മൾ കേട്ടിട്ടേ ഇല്ല. ആ സമയത്തും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരേ ഒരു കാര്യം, UDF-ന്റെ വാതിലടച്ചിട്ടില്ല, ഇങ്ങോട്ട് വരാം, അസോസിയേറ്റഡ് മെമ്പറാക്കാം. അൻവർ ഉയർത്തിയ പൊളിറ്റിക്സ്, അത് പൊളിറ്റിക്സ് തന്നെയാണ്, അത് നമ്മൾ പറയുന്നു. പക്ഷേ ഒറ്റ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു, UDF-ന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം, UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. അതിന് പറയുക രാഷ്ട്രീയ നിലപാട് എന്നാണ്. 4 വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ നിലപാടിനെയും പണയം വെക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നില്ല എന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഒരു പക്ഷേ ശ്രീ അൻവറുമായി കൂടിച്ചേർന്നാൽ ഞങ്ങൾക്ക് ഏറെ വോട്ട് കിട്ടിയേനെ, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ വോട്ട് കിട്ടുന്നതിനപ്പുറത്തേക്ക് ശ്രീ VD സതീശനും UDF-ഉം മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനാണ് കേരളത്തിലെ ജനത വോട്ട് കൊടുത്തത് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം കാരിരുമ്പിൻ്റെ ബലമുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ നാട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാടിൽ വെള്ളം ചേർത്താൽ ഞങ്ങൾ ചെയ്യുന്നത് കോൺഗ്രസിനോടുള്ള, ശ്രീ ആര്യാടനോടുള്ള ഒരു മോശകരമായ പ്രവൃത്തിയായിരിക്കുമെന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആര്യാടൻ്റെ മണ്ണിൽ കോൺഗ്രസ് ഒന്നാമതായും അവസാനതായും വെക്കുന്നത് നിലപാടാണ്. ഞാനൊക്കെ കരഞ്ഞുപോയി പ്രിയപ്പെട്ട നന്ദന പ്രകാശേട്ടൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ, അച്ഛ നമ്മൾ ജയിച്ചുട്ടോ, അന്നും ഇന്നും എന്നും കോൺഗ്രസ് ആണ് എന്ന് നന്ദന എന്ന കൊച്ചു പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കോൺഗ്രസ്. നന്ദന വോട്ട് ചെയ്യാൻ വരാതിന് ഒരല്പം വൈകിയപ്പോൾ, ശ്രീ പ്രകാശേട്ടൻ്റെ ഭാര്യ സ്മിതേച്ചി വോട്ട് ചെയ്യാൻ വൈകിയപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പഴയ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് പോസ്റ്റ് ഇട്ടത്, അവർ വരില്ല എന്ന്. എത്ര അവമതിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ് CPM അവസാനത്തെ 24 മണിക്കൂറിലും പ്രയോഗിച്ചത്. അതിനൊക്കെ എതിരായിട്ടുള്ള മാൻഡേറ്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി BJP-യോട്, ഞങ്ങൾക്ക് BJP സ്ഥാനാർത്ഥിയോട് പറയാനുള്ളതാണ്, മത്സരിക്കുന്നു, അതൊക്കെ പോട്ടെ. എത്ര BJP-ക്കാർ ഇവിടെയുണ്ട്. നിങ്ങൾ അവസാനം വരെ സെർച്ച് ചെയ്തത് എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാം, ഏത് വിഭാഗത്തിൽ നമുക്ക് സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് ഇവിടുത്തെ BJP-യും പോയി. എന്തുകൊണ്ട് BJP-ക്ക് നേരത്തെ ഒരു താമര ചിഹ്നത്തിൽ നേരത്തെ ഏതെങ്കിലും ഒരു പാർട്ടി ഭാരവാഹിയെ മത്സരിപ്പിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളെ മത്സരിപ്പിച്ചുകൂടായിരുന്നു? ഇല്ല. BJP നോക്കുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ചെടുക്കാമെന്നാണ്. പക്ഷേ കലക്കം വെള്ളം കലക്കി, പക്ഷെ മീൻ കിട്ടിയില്ല എന്നതാണ് അവസ്ഥ. BJP സ്ഥാനാർത്ഥിയെ ഇന്നലെ പറഞ്ഞു ഞങ്ങളുടെ വോട്ടൊക്കെ പോയി, ഇന്ന് കഷ്ടി 8,600 വോട്ട് കിട്ടി എന്ന് കേൾക്കുന്നു. BJP-യും CPM എടുക്കുന്ന അവസരവാദ രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാടുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഈ രാഷ്ട്രീയം വിജയിച്ചു. ഈ രാഷ്ട്രീയത്തിന് നിങ്ങളുടേതായ ഒരു സ്ഥാനാർത്ഥി ആദ്യമേ നിർത്തിയിരുന്നെങ്കിൽ ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം. ആ സ്ഥാനാർത്ഥി നിർണയം അമ്പേ പാളിപ്പോയോ? ന്യൂനപക്ഷ പോക്കറ്റുകൾ ഉൾപ്പെടെ കടന്നു കയറാൻ സാധിക്കുമെന്ന് കരുതിയെങ്കിൽ പോലും അത് നേരത്തെ BDJS അവിടെ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന റെക്കോർഡ് BJP NDA സംബന്ധിച്ചുണ്ടായിരുന്ന ആ ഒരു മാർജിനിലേക്ക് പോലും എത്തിക്കാൻ സാധിച്ചില്ലല്ലോ വോട്ട്.
അല്ല, ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ രണ്ട് മുന്നണികളിലായി പോളറൈസേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇവർ വെറുതെ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ ഇത് കുറേ കാലമായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റിലാണല്ലോ പ്രഖ്യാപിക്കുന്നത്. അതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള കാര്യം അത് ഞങ്ങൾക്ക് വിട്ടുതരേണ്ട കാര്യമാണ്. ഇപ്പോൾ സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ചു, ഇങ്ങനെ സ്ഥാനാർത്ഥികളെ BJPയുടെ സ്ഥാനാർത്ഥി ആക്കിയതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. CPM എവിടെയെല്ലാം പോയി, ഡോക്ടർമാരെ അന്വേഷിച്ച് പോയി, വക്കീലന്മാരെ അന്വേഷിച്ച് പോയി, ആരെല്ലാം അന്വേഷിച്ച് പോയിട്ട് അവസാനമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് വളരെ ആവേശത്തിൽ പറഞ്ഞു, ആര്യാടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്ന. ആര്യാടൻ്റെ കഴിഞ്ഞകാല പ്രസംഗങ്ങളൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി അദ്ദേഹത്തിൻ്റെ നിലപാട്, മലപ്പുറത്തെ വർഗീയ ശക്തികളുമായി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് വളരെ വിനയപൂർവ്വം എൻ്റെ ഒരു അഭ്യർത്ഥന ഒന്ന് തിരിച്ച് കണ്ണാടി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ആ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായി കൂടിയെന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ന്. ഏത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയാലും അധികാരത്തിൽ വരണം, അതും മാത്രം അധികാരത്തിൽ വരണം എന്നുള്ള, അല്ലെങ്കിൽ അവിടെ പ്രതിയെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ കുഞ്ഞാലിയുടെ പേര് സമ്പത്ത് പറയുന്നത് കേട്ടു. നിങ്ങൾ ആലോചിക്കൂ, ആ കുഞ്ഞാലിയെ വധിച്ച കേസിൽ പ്രതിയെന്ന് നിങ്ങൾ ആരോപിച്ച ആളിനെ അവിടെ നിർത്തി സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച് MLA ആക്കിയിട്ടുള്ളത് ഏത് പാർട്ടിയാണ്? അതുകൊണ്ട് ആരും അങ്ങനെ വലിയ ആദർശവും ഞങ്ങളെടുക്കുന്ന തത്വാധിഷ്ഠിതമായ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങനെ പറഞ്ഞ് മേനി നടിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവർക്കും അറിയാം, ഓരോ രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ മുന്നണികളും എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ മലപ്പുറം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കേണ്ട രാഷ്ട്രീയ വിഷയം, ആ വിഷയം മുൻനിർത്തി വികസിത കേരളം, വികസിത നിലമ്പൂർ എന്നുള്ള ഒരു മുദ്രാവാക്യം. ശരി, ആ മുദ്രാവാക്യമാണ് അവിടെ മുഴക്കിയത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇതിനൊരു മറുപടി പറഞ്ഞ് നമുക്ക് വേഗത്തിൽ പോകാം. വളരെ വേഗത്തിൽ ഒരു മറുപടി. ആര്യാടന്റെ ആത്മാവ് പൊറുക്കുമോ? തെരഞ്ഞെടുപ്പ് വിജയിച്ചു, പക്ഷെ ആര്യാടന്റെ ആത്മാവ് പൊറുക്കുമോ? ആര്യാടൻ മുഹമ്മദ് മുന്നോട്ട് വെച്ച പൊളിറ്റിക്സ് നിലപാടാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദ് നിന്നെന്ന കക്ഷികളുടെ പിന്തുണ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? വെൽഫെയർ പാർട്ടി വന്നു, പിന്തുണ വെച്ചു. ഞങ്ങൾ ആ പിന്തുണച്ച സമയത്ത് ഉയർന്ന ആരോപണങ്ങളോട് രാഷ്ട്രത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എങ്കിൽ അതെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അദ്ദേഹം എടുത്ത നിലപാട്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അല്ല കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് വെൽഫെയർ പാർട്ടിയാണ്. ആരോപണങ്ങൾ വന്ന സമയത്താണ് പറഞ്ഞത് ജമാഅത്തെ ഹിന്ദ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മതരാഷ്ട്രവാദത്തിന് നിലനിന്നിട്ടില്ല. നിങ്ങളുടെ നേതാക്കൾ AICC ഓഫീസിൽ ലീഗിനെ കുറിച്ചൊരു റിപ്പോർട്ട്, ദർബാർ സിംഗ് റിപ്പോർട്ട് എടുത്ത് പൊടിയെത്തി നോക്കിയാൽ മതി. എന്തായിരുന്നു മുസ്ലിം ലീഗിനെ കുറിച്ച് നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നിലപാടെന്ന് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ പറയും ആ ലീഗ് അല്ല ഇന്ന് ആര്യാടന്റെ ഷൗക്കത്തിന്റെ ലീഗ്. അത് ആത്മാർത്ഥതയുമില്ലാത്ത ഒരു നിലപാടാണ്. നിജേഷ് പറയാം. BJP എന്തായാലും ഞങ്ങളെ ഈ കാര്യത്തിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം പഠിപ്പിക്കരുത് ഒരു അഭ്യർത്ഥനയാണ്. നമ്മൾ മതരാഷ്ട്രവാദത്തിനെതിരെയും വർഗീയ ശക്തികൾക്കെതിരെയുമാണ് നിലപാടെടുക്കുന്നത് എങ്കിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ വർഗീയ രാഷ്ട്രീയ ഓക്കെ, അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ശ്രീ A സമ്പത്ത്, ആ അർത്ഥത്തിൽ ഇപ്പോൾ PDP-യെ കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് LDF വോട്ട് തേടിയത്. അപ്പോൾ PDP-യെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള, പിന്തുണയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ എങ്ങനെ എതിർക്കാനാകും എന്ന ചോദ്യം അവിടെ വളരെ പ്രസക്തമായി UDF ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനുള്ള പല മറുപടികളും കേട്ടു. പക്ഷേ ഇത് ആവർത്തിച്ച് താങ്കൾ ചോദിക്കുമ്പോൾ ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് എനിക്ക് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അതിപ്പോഴും വേണ്ട എന്നുള്ളതാണ് നിലപാട് എന്ന് സ്വരാജ് പറയുമ്പോൾ ആ ചോദ്യം UDF കേന്ദ്രങ്ങളിൽ നിന്ന് ചോദിക്കുന്നുണ്ട് വീണ്ടും. എനിക്കൊരു 1.5 മിനിറ്റ് തന്നാൽ മതി ബിനല്ലേ. ശരി. എന്താണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി എന്നത് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതായ, നിലവിൽ വന്നതായ ഒരു സംഘടനയാണ്. ആ സംഘടന മതരാഷ്ട്രം എന്നുള്ളത് ഏത് വിധത്തിലുള്ള മതരാഷ്ട്രമാണ്? ഞങ്ങൾ ഏത് വിധത്തിലുള്ള മതരാഷ്ട്രത്തിനും ഞങ്ങളെതിരാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയത് ഏത് വർഷം മുതലാണ്?
ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം പതിറ്റാണ്ടുകളോളം ജമാഅത്തെ ഇസ്ലാമി ഒരു തെരഞ്ഞെടുപ്പിലും അവരുടെ അനുയായികളെ, അവരുടെ കുടുംബാംഗങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ വോട്ട് ചെയ്യാനായി അനുവദിച്ചുകൊണ്ട് അത്തരത്തിൽ അവരുടേതായ ഇൻഡാസ് പുറപ്പെടുവിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കാരണവശാലും വോട്ട് രേഖപ്പെടുത്തരുത്. അങ്ങനെയാണ് യോഗങ്ങൾ വിളിച്ചു കൂട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടേതായ സ്ഥാനാർത്ഥികൾ പരസ്യമായി മത്സരിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് അവർ വോട്ട് ചോദിക്കാനും പോയിരുന്നില്ല. അവരുടേതായ സ്കൂളുകൾ, ആശുപത്രികൾ, അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ പലതും നിലവിൽ വന്നു. ഇന്ത്യക്ക് പുറത്തു നിന്നടക്കം അവർക്ക് പണമൊഴുകി വന്നു. തീരുന്നില്ല. ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി എന്താണ്? ഇന്ത്യയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നിരോധിക്കപ്പെട്ട ആ ജമാഅത്തെ ഇസ്ലാമിയുമായി BJP അവിടെ ഒറ്റ സീറ്റിലേക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന മനുഷ്യൻ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു 9-10 തവണ വധോദ്യമത്തെ അതിജീവിക്കേണ്ടി വന്നത് സ്വന്തം കുടുംബത്തിലെ 4 പേർ അങ്ങനെ രക്തസാക്ഷികളായ ആ മനുഷ്യനെതിരായി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ രൂപമായി വെൽഫെയർ പാർട്ടി. പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ കുഞ്ഞല്ല എന്ന്. ഈ കുഞ്ഞ് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ്. ആ രാഷ്ട്രീയ രൂപത്തെ കോൺഗ്രസ് ആലിംഗനം ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് ആലിംഗനം ചെയ്യാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ഞങ്ങൾ അതിന്റെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ഇത് രാഷ്ട്രീയത്തെ തുറന്നു കാട്ടും എന്നുള്ളതാണ് CPIM-ന്റെ LDF-ന്റെ നിലപാട്. വളരെ വ്യക്തമാണ്. ശ്രീ A. സമ്പത്ത്, വളരെ വ്യക്തമാണ്. ഷൗക്കത്ത് പനമരത്തിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ഷൗക്കത്ത് പനമരം, വിവിധ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ സ്വീകരിച്ചു. ആ നിലപാടുകൾക്ക് നിങ്ങൾക്ക് 20,000-ൽ പരം വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ആ നിലപാടുകളിൽ ഒന്ന് സതീശനിസത്തിനെതിരായ പോരാട്ടമാണ് എന്നുള്ളതാണ്. തെളിഞ്ഞ പിണറായി നിങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഒഴിഞ്ഞ പിണറായി അവിടെ വിജയിച്ചു നിൽക്കുകയാണ് രാഷ്ട്രീയമായി. അപ്പോൾ ആ ഒഴിഞ്ഞ പിണറായി എന്ന് PV അൻവർ തന്നെ ചൂണ്ടിക്കാട്ടിയ VD സതീശൻ കരുത്തനായി നയിക്കുന്ന UDF-നൊപ്പം ഇനിയും പോകേണ്ടി വരുമോ തൃണമൂൽ കോൺഗ്രസ്? അല്ല, പിന്നെ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് PV അൻവർ രാജിവെച്ച അന്ന് മുതൽ ഈ ഉയർത്തിവിട്ട വിഷയങ്ങൾ, അത് ഇവിടുത്തെ പിണറായിസം ഈ നാട്ടിൽ അവസാനിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ ഈ നാട് മുമ്പോട്ട് പോയിക്കൂടാ. ആ പിണറായിസത്തിനെതിരെ പോരാടുന്ന വിഷയത്തിൽ UDF-മായി ചേർന്ന് മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് PV അൻവർ UDF നേതാക്കളെ സമീപിച്ചത്. സ്വാഭാവികമായി കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിലടക്കം PV അൻവറിനെ ക്ഷണിതാവാക്കി വലിയ ആൾക്കൂട്ടവും സ്വീകരണമൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ PV അൻവറിനെ തള്ളിപ്പറയുന്ന സാഹചര്യവും പല ഘട്ടത്തിലും ഒരു അപമാനിതനാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും വന്ന സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ PV അൻവർ പ്രതികരിച്ചത്. നോക്കൂ, ഈ പിണറായിസത്തെ എതിർക്കാൻ കരുത്തനായ ഒരു പോരാളി അത് PV അൻവറാണ് എന്ന് UDF-കാരടക്കം സമ്മതിക്കുന്ന വിഷയമാണ്. ഇന്ന് നിലമ്പൂരിൽ UDF-നുണ്ടായ വിജയത്തിൽ അതിൽ വലിയ പങ്കും അവിടെ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഇതൊക്കെ PV അൻവറിന്റെ സംഭാവനയാണ് എന്നും നിലമ്പൂർ UDF-ന്റെ കൈകളിൽ വ്യക്തമാണ്. ആ മാൻഡേറ്റ് ആണ് UDF-നാണ് മാൻഡേറ്റ് ലഭിച്ചതെങ്കിൽ പോലും ആ വോട്ടുകൾ ആ വിധത്തിലാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ശ്രീ ഷൗക്കത്ത് പനമരം പറയുന്നത്. വളരെ നന്ദി. നിങ്ങളുടെ ഓരോ പാർട്ടികളുടെയും വാദങ്ങളുമായി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി, ശ്രീ A. സമ്പത്ത് മുൻ MP, CPIM പ്രതിനിധി JR പത്മകുമാർ BJP പ്രതിനിധി, ഒപ്പം തന്നെ ഷൗക്കത്ത് പനമരം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ വിവരങ്ങളും വിശകലനങ്ങളുമായി TM ഹർഷൻ ചേരും. നമസ്കാരം.